ഹായ്, ടാൻജൻ്റ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1 വരെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ്സ് 5 cm ആൻഡ് 1 ആംഗിൾ 50 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. അതായത് 5 cm സൈഡ്സും ഒരു ആംഗിൾ 50 ഡിഗ്രിയുമാക്കി എടുത്തുകൊണ്ടുള്ള ഒരു റോംബസ് വരയ്ക്കണം. വരച്ചതിന് ശേഷം അതിലൂടെ ഇൻസർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു റോംബസ് എന്ന് പറയുന്നത് പാരലലോഗ്രാം പോലെ തന്നെയാണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് പാരലലാണ്, അതിനോടൊപ്പം തന്നെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 5 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പം 4 സൈഡ്സും 5 cm ആക്കി എടുത്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാക്കി എടുത്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റോംബസ് റെഡി. ദെൻ അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് വരയ്ക്കാം. ആദ്യം 5 cm ഒരു ലൈൻ വരയ്ക്കാം. ഫൈവ് സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ദെൻ 5 cm തന്നെ 4 സൈഡിലേക്കും വരത്തക്ക രീതിയിൽ നമുക്ക് ആർക്ക് വരയ്ക്കണം. ഒരു ആംഗിൾ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരു ടിപ്പിൽ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 50 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു പോയിൻ്റ് കിട്ടും. പോയിൻറ്റിന് തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതാണ് റോംബസിൻ്റെ 2 സൈഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു സൈഡ് കൂടി മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കിട്ടിയ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യണം. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ റോംബസിൻ്റെ 3rd സൈഡായി. ദെൻ 4th സൈഡിനെ കൂടി ജോയിൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു 4 സൈഡ്സും 5 cm തന്നെയാണെന്ന്. നമ്മൾ 3 സൈഡ്സിലെ മെഷർമെൻ്റ് എടുത്തുള്ളൂ. ഇവിടെ നമ്മൾ 4ാമത്തെ സൈഡ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 cm തന്നെയാണ്. അതായത് ഇപ്പോൾ കിട്ടിയ നമ്മൾ ഡ്രോ ചെയ്ത റോംബസിൻ്റെ 4 സൈഡ്സും 5 cm ഈക്വലാണ്. ശരിയല്ലേ? എന്ന് മാത്രമല്ല ഒരു ആംഗിള് 50 ഡിഗ്രിയുമാണ്. ദെൻ ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇൻസർക്കിൾ വരയ്ക്കണം. റോംബസിൻ്റെ ഉള്ളിലായിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. നമുക്കറിയാം ബൈസെക്ടേഴ്സ് വരച്ചു കഴിഞ്ഞാൽ ആ ബൈസെക്ടേഴ്സ് ഒരു പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്യും എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗണൽസ് വരച്ച് നോക്കിയാലും മതി. ഇവിടെ നമുക്ക് ബൈസെക്ടേഴ്സ് വരയ്ക്കാം. പകുതിയിൽ കൂടുതൽ മെഷർമെൻ്റ് എടുത്തുകൊണ്ട് നമ്മൾ ബൈസെക്ടേഴ്സ് വരച്ചു കഴിഞ്ഞാൽ ഈ 2 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം ബൈസെക്ടറായി. ദെൻ ഈ സൈഡിലൂടെയും ദാറ്റ് മീൻസ് ഈ ആംഗിളിലൂടെയും ബൈസെക്ടർ വരച്ച് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ 2 പോയിൻറ്റ്സാണ് അല്ലേ. നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഡയഗണൽ എന്ന് പറയുന്നത് ബൈസെക്ടർ തന്നെയാണ് എന്നുള്ളത്. സോ അടുത്ത 2 വെർട്ടിസസിനെ കൂടി ജോയിൻ ചെയ്യുക. ദാറ്റ് മീൻസ് ഡയഗണൽ വരയ്ക്കുന്നു. ഡയഗണൽ വരയ്ക്കുമ്പോൾ മീറ്റ് ചെയ്ത പോയിൻറ്റിനെ സെൻറ്ററാക്കി എടുത്തുകൊണ്ട് നമുക്ക് ഇതിലൂടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് റോംബസിൻ്റെ 4 സൈഡ്സിലും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിളാണ് നമുക്ക് കിട്ടിയത്. റോംബസ് എ ബി സി ഡി
ഡയഗണൽസ് ഒ എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. ഒ സെൻറ്ററാക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളാണ് ഈ റോംബസിൻ്റെ ഇൻ സർക്കിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് എ സെമി സർക്കിൾ ടച്ചിങ് ഇറ്റ്സ് ടു സൈഡ്സ് ആസ് ഇൻ ദ പിക്ചർ. അതായത് ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്നത് പോലെ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചതിന് ശേഷം ആ ഈക്വലാറ്ററൽ ട്രയാങ്കിളിലൂടെ ഒരു സെമി സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിലെയും ടച്ച് ചെയ്ത് പോകുന്നതാണ് ഈ സെമി സർക്കിൾ. ഓക്കെ, നമുക്കറിയാം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സൈഡ്സും ഈക്വലാണ്. നമുക്ക് ഈക്വൽ ടു 3 സെൻറ്റിമീറ്ററിനോ 2 സെൻറ്റിമീറ്ററിനോ 5 സെൻറ്റിമീറ്ററിനൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല 3 ആംഗിൾസ് 60 ഡിഗ്രിയാണ്. ഇവിടെ ഞാൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് 6 സെൻറ്റിമീറ്റർ സൈഡാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കുന്നു. സിക്സ് സെൻറ്റിമീറ്റർ ലൈനാണ്. ദെൻ 3 സൈഡ്സും 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ തന്നെ എടുക്കാം. മറ്റ് 2 സൈഡ്സും 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. സോ 6 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. 3 സൈഡ്സ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. 3 ആംഗിൾസ് 60 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഇനി ഇതുപോലുള്ള ഒരു സെമി സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമുക്കറിയാം ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് സെൻറ്റർ ആവശ്യമാണ്. നമ്മൾ നേരത്തെ വരച്ചത് ട്രയാങ്കിളിന് ബൈസെക്ടേഴ്സ് വരച്ചുകൊണ്ടാണ്. നമുക്കിവിടെ 3 സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ബൈസെക്ടേഴ്സ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് സെൻറ്റർ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു സൈഡിലൂടെയാണ് സെൻറ്ററാക്കി വരുന്നത് അല്ലേ. അപ്പോൾ 3rd വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ദാറ്റ് മീൻസ് ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്നത് ഈ ലൈനിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും. ശരിയല്ലേ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3 സൈഡിലൂടെയും ബൈസെക്ടേഴ്സ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിലായിരിക്കും ഒരു എന്ത് കിട്ടുക, സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടുക. നമുക്ക് വേണ്ടത് 3rd ലൈനിൻ്റെ ഒരു പോയിൻ്റാണ്. അതിനെ നമ്മൾ ഒരു സെൻറ്ററാക്കി എടുത്തുകൊണ്ട് വേണം സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ 3rd വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ദാറ്റ് മീൻസ് ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ ബൈസെക്ടർ എവിടെ പോയി മീറ്റ് ചെയ്യുന്നുവോ അതായിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. അതിലൂടെ നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബാക്കി 2 സൈഡ്സിലൂടെയും ആ സർക്കിൾ ടച്ച് ചെയ്ത് പോകും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 3rd വെർട്ടെക്സിൽ നിന്ന് ഒരു ബൈസെക്ടർ, ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. പകുതിയിൽ കൂടുതൽ മെഷർമെൻ്റ് എടുത്തു, 2 സൈഡിലേക്ക് എടുത്തുകൊണ്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്നത് മിഡ് പോയിൻറ്റിലൂടെയാണ് അല്ലേ. സോ 6 സെൻറ്റിമീറ്ററിൻ്റെ മിഡ് പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. ഇതിലൂടെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സിലൂടെയും പാസ് ചെയ്തു പോകുന്ന, ദാറ്റ് മീൻസ് ടച്ച് ചെയ്തു പോകുന്ന ഒരു സർക്കിളായിരിക്കും. ശരിയല്ലേ? ഇത് തന്നെയല്ലേ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നെയിം ചെയ്യാം. ABC equilateral triangle with the sides 6 centimeters. Then മിഡ് പോയിൻ്റ് നമ്മൾ വരച്ചു. സോ അതിനെ O എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വരച്ച സെമി സർക്കിളിൻ്റെ സെൻറ്ററാണ് O. 4th question. What is the radius of the incircle of a right triangle having perpendicular sides of length 5 centimeters and 12 centimeters? അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഒരു ഇൻസർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഇൻസർക്കിളിൻ്റെ റേഡിയസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 പെർപെൻഡിക്കുലർ ലെങ്സ് 5 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളത്. സോ ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്
ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 5ഉം 12ഉം ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. സോ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയർ 5 സ്ക്വയറും 12 സ്ക്വയറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 സ്ക്വയർ 25, 12 square 144. So 144 plus 25, that is 169. Square root of 169 is equal to 13 centimeter. അതായത് 5ഉം 12ഉം രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ആ റൈറ്റ് ട്രയാങ്കിളിൽ ഒരു ഇൻസർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ റേഡിയസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരയ്ക്കുന്ന സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത്തുകളെ തമ്മിൽ ആഡ് ചെയ്യുക, അതിനു ശേഷം ഹൈപ്പോട്ടനസ് സബ്ട്രാക്ട് ചെയ്യുക, then divided by 2. Okay, perpendicular sides in the sum minus hypotenuse divided by 2 ആണ്. Perpendicular sides നെ a ഉം b ഉം ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ a plus b minus hypotenuse, that is h by 2 ആണ് radius of incircle. Okay, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലെങ്ത്സ് മൈനസ് ഹൈപ്പോട്ടനസ് ബൈ 2. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയും ബിയും 5ഉം 12ഉം ആണ്. ദാറ്റ് ഈസ് 5 പ്ലസ് 12 മൈനസ് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 13 ആണ്. മൈനസ് 13 ബൈ 2. 5 plus 12, that is 17. 17 minus 13, that is 4. 4 by 2, that is equal to 2 centimeter. അതായത് റൈറ്റ് ട്രയാങ്കിളിൽ വരയ്ക്കുന്ന ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇഫ് ദ ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് h and the radius of its incircle is r, then its area is r into h plus r. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് h ആയിട്ട് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിനെ എയും ബിയും ആയിട്ട് എടുക്കാം. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരച്ച സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആയിട്ട് എടുത്തിട്ട് നമുക്കറിയാം റേഡിയസ് r ആണ് എങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള സൈഡും എന്ത് തന്നെയായിരിക്കും? r തന്നെയായിരിക്കും. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ ആണ് മേക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അതായത് 4 സൈഡ്സും r ആണ്, റേഡിയസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ ലെങ്ത് a ആണ്. സോ ഇത്രയും പോർഷൻ r ആണ് എങ്കിൽ ഇതെന്ന് പറയുന്നത് a മൈനസ് r ആയിരിക്കും. ഓക്കെ, ഇവിടെ അതുപോലെ r ആണെങ്കിൽ ഇത്രയും പോർഷൻ b മൈനസ് r ആയിരിക്കും. ഓക്കെ, ടോട്ടൽ b ആണ്, ഇത്രയും പോർഷൻ r ആയിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇത്രയും പോർഷൻ b മൈനസ് r ആയിട്ട് കിട്ടുന്നു. നമുക്കറിയാം പുറത്തുനിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസിനും ഈക്വൽ ലെങ്ത് ആണ്. സോ ഇവിടെ രണ്ടും r എന്ന് കൊടുത്തു. ഇവിടെ ഇത്രയും ലെങ്ത് a മൈനസ് r ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് a മൈനസ് r ആയിരിക്കും. ഈ പുറത്തുനിന്നുള്ള പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസിന് സെയിം ലെങ്ത്. സോ ഇത് b മൈനസ് r ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? b മൈനസ് r തന്നെയായിരിക്കും. ഓക്കെ, അതായത് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് a മൈനസ് r പ്ലസ് b മൈനസ് r എന്നാണ് കിട്ടിയത്. സോ a മൈനസ് r പ്ലസ് b മൈനസ് r എന്ന് പറയുന്നതാണ് h. ശരിയല്ലേ? അതായത് a പ്ലസ് b മൈനസ് 2r എന്ന് പറയുന്നത് hനോട് ഈക്വൽ ആണെന്ന് കിട്ടി. a പ്ലസ് b മൈനസ് 2r എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് hനോട് ഈക്വൽ ആണ്. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലെങ്സിന്റെ സമ്മ മൈനസ് ഹൈപ്പോട്ടനസ് ബൈ 2 ആണ്. ഓക്കെ, റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഈസ് ഈക്വൽ ടു a പ്ലസ് b മൈനസ് h ബൈ 2 ആണ്. അതേപോലെ തന്നെ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഇൻറ്റു ഹാഫ് ഓഫ് പെരിമീറ്റർ എസ് എന്ന് കൊടുത്തു. റേഡിയസ് ഓഫ് ഇൻസർക്കിൾ എന്ന് പറയുന്നത് a പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2.
ആറിന് പകരമായിട്ട് എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ ടു കൊടുത്തു ഇൻറ്റു എസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ പെരിമീറ്റർ. ഇവിടെ സൈഡ്സ് എയും ബിയും എച്ച് ആയതുകൊണ്ട് തന്നെ പെരിമീറ്റർ എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് എച്ച് ആണ്. സോ എസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ആണ്. ദാറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് എച്ച് ബൈ ടു. സോ എ പ്ലസ് ബി പ്ലസ് എച്ച് ബൈ ടു എന്ന് കൊടുക്കാം. ശരിയല്ലേ? റേഡിയസ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ ടു ആണ്. ദെൻ റേഡിയസ് ഓഫ് incircle is equal to area of triangle by half of the perimeter. So area of triangle is equal to radius of incircle into half of the perimeter. Radius of incircle എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എ പ്ലസ് ബി മൈനസ് എച്ച് ബൈ ടു ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ദാറ്റ് ഇസ് എ പ്ലസ് ബി പ്ലസ് എച്ച് ബൈ ടുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്നത് എച്ച് പ്ലസ് ടു ആർ ആണ്. ശരിയല്ലേ? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ പ്ലസ് ബി മൈനസ് ടു ആർ ഇസ് ഈക്വൽ ടു എച്ച് എന്ന്. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് ടു ആർ ആണ്. അതായത് എ പ്ലസ് ബിക്ക് പകരമായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എച്ച് പ്ലസ് ടു ആർ. സോ എച്ച് പ്ലസ് ടു ആർ എന്ന് കൊടുക്കുന്നു മൈനസ് എച്ച് ബൈ ടു. എ പ്ലസ് ബിക്ക് പകരമായിട്ട് എ പ്ലസ് ബി മൈനസ് ടു ആർ ഇസ് ഈക്വൽ ടു എച്ച്. സോ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എച്ച് പ്ലസ് ടു ആർ. ഇതിൽ നിന്ന് എ പ്ലസ് ബിക്ക് പകരമായി എച്ച് പ്ലസ് ടു ആർ എന്ന് കൊടുത്തു. ദെൻ മൈനസ് എച്ച് ബൈ ടു എന്ന് കിട്ടി. ദെൻ ഇൻറ്റു എ പ്ലസ് ബിക്ക് പകരമായി എച്ച് പ്ലസ് ടു ആർ എന്ന് തന്നെ കൊടുക്കാം പ്ലസ് എച്ച് ബൈ ടു. Okay, അതായത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ടു ആർ മൈനസ് എച്ച് ബൈ ടു ഇൻറ്റു എച്ച് പ്ലസ് ടു ആർ പ്ലസ് എച്ച് ബൈ ടു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എച്ചും എച്ചും പ്ലസ് എച്ചും ക്യാൻസൽ ചെയ്തു. സോറി, പ്ലസ് എച്ചും മൈനസ് എച്ചും ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് ടു ആർ ബൈ ടു ആണ് ഇൻറ്റു എച്ചും എച്ചും കൂടി ടു എച്ച് ആയി ടു എച്ച് പ്ലസ് ടു ആർ ബൈ ടു എന്ന് കിട്ടി. ഓക്കെ, ടൂവും ടൂവും ക്യാൻസൽ ചെയ്യാം. ടു എച്ചിലും ടു ആറിലും ടു കോമൺ ആയിട്ട് എടുക്കാം. ടു ഇൻറ്റു എച്ച് പ്ലസ് ആർ എന്ന് എഴുതാം. ടു ഇൻറ്റു എച്ച് പ്ലസ് ആറും ഡിവൈഡ് ബൈ ടൂവും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ എന്ന് വരും. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ടു ഉള്ളത് കൊണ്ട് തന്നെ ടൂവും ക്യാൻസൽ ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് ടു പുറത്തേക്ക് എടുക്കാം. ആ ടൂവും ഈ ടൂവും കൂടി ക്യാൻസൽ ചെയ്തു എച്ച് പ്ലസ് ആർ എന്ന് വരും. സോ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ എന്ന് കിട്ടി. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ. അല്ലെങ്കിൽ എഴുതാം എ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. സോ ഹെൻസ് ദ പ്രൂഫ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Prove that the radius of the incircle of an equilateral triangle is half the radius of its circumcircle. അതായത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻസർക്കിളും സർക്കംസർക്കിളും വരച്ചിട്ടുണ്ട്. ഇൻസർക്കിളിന്റെ റേഡിയസിന്റെ ഡബിൾ ആയിരിക്കണം സർക്കംസർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഇൻസർക്കിളിന്റെ റേഡിയസ് എന്താണോ അതിന്റെ ഡബിൾ ആയിരിക്കണം സർക്കംസർക്കിളിന്റെ റേഡിയസ് എന്നാണ്. നമുക്കറിയാം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്. അതേപോലെ തന്നെ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രിയുമായി ഈക്വൽ ആണ്. സോ മൂന്ന് ആംഗിൾസും 60 ഡിഗ്രിയുമായി ഈക്വൽ ആണ് എന്ന് കിട്ടി. നമ്മൾ പറഞ്ഞു സർക്കിളിന്റെ പുറത്തുനിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാം. ആ രണ്ട് ടാൻജൻസും മേക്ക് ചെയ്ത ആംഗിളിൽ നിന്ന് ഒരു ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ ബൈസെക്ടർ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്ത് പോകുമെന്നുള്ളത്. അതായത് ഇവിടെ എത്രയാണോ ആംഗിൾ ഉള്ളത് അത് ബൈസെക്ട് ചെയ്യപ്പെടുകയാണ്. ഈ ആംഗിൾ നമ്മൾ പറഞ്ഞു 60 ഡിഗ്രി ആണ് എന്നുള്ളത്. സോ 60 ഡിഗ്രിയെ ബൈസെക്ട് ചെയ്യുമ്പോൾ 30 ഡിഗ്രി ആയിട്ട് പോകും. ദാറ്റ് ഈസ് 30 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് ഈ ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 30 ഡിഗ്രി എന്ന് കിട്ടി. ഇതിൽ നിന്ന് റേഡിയസ് ആയിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ദാറ്റ് മീൻസ് ഇവിടെ മേക്ക് ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 30യും സെക്കൻഡ് ആംഗിൾ 90 ഡിഗ്രിയുമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ 30, 60, 90 ഡിഗ്രിയാണ് മൂന്ന് ആംഗിൾസ് എന്ന് കിട്ടി.
ഇവിടെ നമ്മൾ പറഞ്ഞു സെന്ററിൽ നിന്ന് ആദ്യം വരുന്ന ഇൻസർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് സ്മോൾ ആർ. ഓക്കെ, അതേപോലെ തന്നെ സെന്ററിൽ നിന്ന് സർക്കം സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. സെന്ററിൽ നിന്ന് സർക്കം സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. അങ്ങനെയാണെങ്കിൽ 30 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം sin 30 is equal to opposite side by hypotenuse. That is sin 30 is equal to r by r. sin 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് r ആണ്, ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. നമുക്കറിയാം sin 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. സോ sin 30ക്ക് പകരമായി 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/2 ഈസ് ഈക്വൽ ടു r/r. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into r that is equal to r, 2 into r that is equal to 2r. അതായത് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ഈസ് ഈക്വൽ ടു 2 times റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ഈസ് ഈക്വൽ ടു 2 times റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. ക്ലിയർ ആയില്ലേ? താങ്ക് യു.